വണ്ടി വരുന്ന എന്തിനോ നമ്മളെവിടെ പോവാ ദിഹാൻ? എന്ത് വാങ്ങാൻ പോവാ? മെല്ലെ മെല്ലെ ഓടല്ലേ ഏടാ ദിവസ തണുപ്പുണ്ടോ? നിക്ക്, നീ എന്തിനാ ജാക്കറ്റ് ഇട്ടേ? ഉണ്ട്, ഓടല്ല ഓടല്ല. ഓ കുടിച്ചോ. സമയം 10:30 വെറുതെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ചെറിയ തണുപ്പുള്ള ക്ലൈമറ്റിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. എന്താ മസാല ചായ ആയിട്ടുണ്ട് ഇവിടെ അടുത്തെന്ന് പറഞ്ഞു. ഈ തണുപ്പിൽ ഒരു ചായ ഒക്കെ കുടിക്കാം. ഇവിടെയുള്ള നായ്ക്കൾക്ക് ഭയങ്കരമായിട്ട് തടിച്ച് ഉണ്ടക്കുട്ടികളായിട്ടാണുള്ളത്. കാണാൻ നല്ല രസമുണ്ട്, നല്ല തടിയുണ്ട് കാണാൻ എല്ലാത്തിനും. മെലിഞ്ഞിട്ടുള്ളൊരു നായനെപ്പോലും ഇവിടെ കാണാനില്ല കേട്ടോ. പക്ഷെ ഫുഡ് കിട്ടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. KFC ഉണ്ട്. KFC ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. കഴിക്കാനായിട്ട് ഇറങ്ങിയല്ല, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് തണുപ്പും കൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഇന്നത്ര ഓവറായിട്ട് തണുപ്പില്ല, അതുകൊണ്ടായിട്ട് ഇറങ്ങിയത് തന്നെ. ഇന്നലെയൊക്കെ നല്ല തണുപ്പായിരുന്നു, തീരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇതാണ് മസാല ചായ. ക്ലിയർ ഇല്ല, ബോർഡിൻ്റെ ചുറ്റുപാട് ലൈറ്റ് കൊടുത്തോണ്ടാന്ന് തോന്നുന്നു. ബോർഡിലേക്ക് കൊണ്ട് ക്ലാരിറ്റി ഇല്ല, ക്ലിയറായി കിട്ടണില്ല. എന്താ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീകളുണ്ട്. നമ്മളതിൽ മസാല ടീയും ഇലൈച്ചി ടീ, അത് ഏലക്കായുടെ ഫ്ലേവറാണെന്നാണ് പറയുന്നത്. അത് രണ്ടും ഓർഡർ ചെയ്യുന്നു. നോക്കാം. പൊട്ടിച്ചേരാം. ചായയുടെ സ്പോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ചായ മസാല ചായയും ഇലൈച്ചി ചായയും. എനിക്ക് മസാല ചായ തന്നെയാണ് കൂടുതലായിട്ട് ഇഷ്ടമായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കട്ടി ഉണ്ടായിരുന്നു ചായക്ക്. അത്യാവശ്യം നല്ല സ്ട്രോങ്ങുമാണ്. വ്യത്യാസം ഉള്ളൊരു ചായ, നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചായ. ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ചായയായിരുന്നു. ചെറിയ തണുപ്പോട് കൂടി നടക്കുമ്പോൾ അങ്ങനൊരു നല്ല ചായ കുടിച്ച കാരണം അപ്പം കുറച്ച് തണുപ്പിന് ആശ്വാസമുണ്ട്. നോക്കാം.
ഗുലാബ് ജാമുൻ, എന്തോ പേടൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ മോഡൽസ്. ക്രിസ്മസിനേക്ക് ഉണ്ടാക്കിയ കേക്കാണ്, ബാലൻസ് ആയതാണെന്ന് തോന്നുന്നു. മോഡൽ ചെറിയ ക്രിസ്മസ് ഒക്കെ. ഇവിടെ നൈറ്റ് ഇറങ്ങുന്ന നല്ല, നൈറ്റ് ആവുമ്പം വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല. അങ്ങനെ നന്നായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനോ ഇനി ബൈക്കിന് വണ്ടിയിലാണെങ്കിലും ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഇത് ഫുൾ ട്രാഫിക്കും ബ്ലോക്കും തന്നെയായിരിക്കും പകൽ. പിന്നാണെങ്കിൽ എന്താ തീരെ ക്ഷമയില്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കും, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. പുറത്തേക്ക് ഇറങ്ങിയാൽ റോഡിലെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഹോണടിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഇറിറ്റേഷൻ. നൈറ്റ് അതൊന്നുമില്ല കേട്ടോ, എല്ലാവരും ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഈ കോഴിക്കൊക്കെ എന്താ എത്ര തടിയെന്ന് അറിയില്ല. എല്ലാം ഒരുപോലെ. ഞങ്ങൾ കോഴീനെ കണ്ടപ്പം, കോഴിയുടെ തടി കണ്ടപ്പം വീഡിയോ എടുത്ത് അവിടെ നിന്ന് അവർ നടന്ന് മുമ്പിലെത്തിപ്പോയി. എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് തടി ഇവിടുത്തെ കോഴിക്ക്. ഇവിടുത്തെ വെച്ചാൽ ഇങ്ങനെ അറക്കാനുള്ള കോഴിയാണ് കേട്ടോ. നമ്മൾക്ക് കോഴിക്കടയിൽ ചിക്കൻ സ്റ്റാളിലുള്ള കോഴികളാണ്, പക്ഷെ നന്നായിട്ട് വണ്ണം വെച്ചിരിക്കുന്നു. എന്താ എങ്ങനെയെന്ന് അറിയില്ല, ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അത് ഉറങ്ങി നീച്ചതായിരുന്നു. എന്ത് നൂഡിൽസ് വേണ്ടത്? എഗ്ഗാ? ചിക്കൻ വേണ്ട? നൂഡിൽസ് വേണ്ടല്ലോ. പോവാം വീട്ടിലോട്ട് പോവാം. ഫുഡൊക്കെ കഴിച്ചതല്ല, ഇന്നെന്തിനാ നൂഡിൽസ്? നീ കഴിച്ചില്ലായിരുന്നു? ഒന്നും കഴിക്കേണ്ടതൊക്കെ പോവാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അവന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. ചെറിയൊരു തട്ടുകട ഉണ്ടായിരുന്നു, അവിടെ പോയി നോക്കിയപ്പോൾ നൂഡിൽസ് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഉള്ളത്, ഫ്രൈഡ് റൈസൊക്കെ ഉള്ളത്, അത് വേണ്ട വിചാരിച്ചു. മുമ്പോട്ട് വന്നപ്പോൾ ഒരു കടയിൽ ഉണ്ട് നൂഡിൽസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും കയറിയതാണ്. ഞങ്ങൾക്കൊന്നും കഴിക്കാൻ തോന്നണില്ല, പക്ഷെ അവൻ പറഞ്ഞതുകൊണ്ട് ഒരു പ്ലേറ്റ് മേടിച്ച് എല്ലാവരും ഒരു ഷെയറാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. എടാ നഖം കടിക്കല്ലേ, അപ്പി കുട്ടിയാണ്, അങ്ങനെ ആവുക ആക്കുക. നോക്കണ്ട. ചിക്കൻ ബിരിയാണി ഉണ്ട്, എഗ് ബിരിയാണി, കുഷ്ക, അതെന്താ സംഭവം എനിക്ക് അറിയില്ല. എന്താടാ? വയനാട് ചിക്കൻ കബാബ്, എഗ് മസാല ഇതാണ് ഇവിടുത്തെ ഡിഷസ് എന്ന് തോന്നുന്നു. മയിലിൻ്റെ പീലല്ല, പീലി. മയിൽപ്പീലി.
ചീത്ത പറയാ അടങ്ങിയിരിക്കും പാടുന്നല്ല. അതെന്നാ പാടുവാ നോട്ടാ. നല്ല ചൂടായിട്ടുള്ള നൂഡിൽസ് എത്തി. ചൂടുണ്ടോ? ചൂട് കളഞ്ഞോട്ടെ. ഫാൻ ഉണ്ടല്ലോടാ, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂട് കുറക്കുന്നുണ്ട്. പൊള്ളും പൊള്ളും. ഇതിന് ചൂട് തണഞ്ഞോട്ടെ. അയ്യോ കുറച്ച് എരിവ് കൂടിപ്പോയി. ഇവിടെ വേണ്ടടാ, അവൻ്റെ സൈഡിൽ മതി. അവന് എരിവുണ്ടാവും, അതുകൊണ്ട്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടാ.